CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലും ഭരണമുന്നണിയായ UDFിലെ ലീഗ് കോൺഗ്രസ് അംഗങ്ങൾ തമ്മിലും തർക്കവും കയ്യാങ്കളിയും. നഗരസഭാ സെക്രട്ടറിയെ അറിയിക്കാതെ മുസ്ലിം ലീഗ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നുവെന്ന ആരോപണമാണ് വലിയ തർക്കത്തിലേക്കും സംഘർഷത്തിലേക്കും നയിച്ചത്. ചെർപ്പുളശ്ശേരി ഒറ്റപ്പാലം റോഡ് പണി പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധവുമായി BJP. പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ആരംഭിച്ച സമരത്തിന്റെ രണ്ടാം ഘട്ടമായി ചെർപ്പുളശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രികരുടെ ഒപ്പുശേഖരണം നടത്തി. റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനം കൂടുതൽ വേഗത്തിലാക്കാനും ജനസൗഹൃദമാക്കാനും ലക്ഷ്യമിട്ട് ഉദ്യോഗസ്ഥർക്കായി സിംഗിൾ സൈൻ ഓൺ സംവിധാനം നടപ്പിലാക്കുന്നു. പോർട്ടലിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം റവന്യൂ മന്ത്രി AP അനിൽകുമാർ മലപ്പുറത്ത് നിർവഹിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും പണ്ഡിതനുമായ പ്രൊഫസർ K. ആലിക്കുട്ടി മുസ്ലിയാർ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം തിരൂർക്കാട്ടെ വസതിയിലായിരുന്നു അന്ത്യം. മണ്ണാർക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലും ഭരണമുന്നണിയായ UDFിലെ ലീഗ് കോൺഗ്രസ് അംഗങ്ങൾ തമ്മിലും തർക്കവും കയ്യാങ്കളിയും. നഗരസഭാ സെക്രട്ടറിയെ അറിയിക്കാതെ മുസ്ലിം ലീഗ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നുവെന്ന ആരോപണമാണ് വലിയ തർക്കത്തിലേക്കും സംഘർഷത്തിലേക്കും നയിച്ചത്. പോലീസിനെ വിളിക്കാനാണ് ഇപ്പൊ നിങ്ങൾ ആവശ്യപ്പെട്ടത്. ഇത് നാളെ വേണം എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചോ? സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ, സെക്രട്ടറി എന്നുള്ള ആരോപിച്ച കാര്യങ്ങൾ എന്താണെന്നുള്ള മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് അറിയണം. ഒരു കാര്യത്തിന് ഞങ്ങൾ ഇവിടെ കൗൺസിലിൽ ഞങ്ങള് അല്ലല്ല ഒരു മിനിറ്റ് ഒരു കാര്യമല്ല സാറേ, ഞങ്ങൾ പറയുന്ന ആദ്യങ്ങൾ കേൾക്കും. ഒരു മിനിറ്റ് സാറേ, ആ നിയമത്തിന്റെ കടലാസ് വെച്ചിട്ട് അവർ തരുന്നില്ല. അത് തന്നു കഴിഞ്ഞാൽ യോഗം കൂടിക്കോട്ടെ. അല്ലാതെ ഒരു പോലീസ് പട്ടാളം അല്ല, ഞങ്ങൾ ആ സെക്രട്ടറിയോട് സെക്രട്ടറിയുടെ സാന്നിധ്യമില്ലാതെ യോഗം ചേരുന്നതിൽ പ്രതിഷേധിച്ച് പകരക്കാരനായി എത്തിയ ക്ലീൻ സിറ്റി മാനേജറെ കൗൺസിലർമാർ തടഞ്ഞുവെച്ചതോടെയാണ് യോഗ ഹാളിൽ തർക്കം രൂക്ഷമായത്. കൗൺസിൽ യോഗത്തിനിടെ UDFിലെ ആഭ്യന്തര ഭിന്നതയും പരസ്യമായി പുറത്തുവന്നു. യോഗത്തിനിടയിൽ ഒരു കോൺഗ്രസ് അംഗത്തെ ലീഗ് അംഗം പിടിച്ചു തള്ളിയതാണ് സംഘർഷം വർദ്ധിപ്പിച്ചത്.
സംഭവത്തെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്ന് വൈസ് ചെയർപേഴ്സണും കോൺഗ്രസ് അംഗവുമായ ബാലകൃഷ്ണൻ പറഞ്ഞപ്പോൾ വൈസ് ചെയർമാന് കാര്യങ്ങളെല്ലാം അറിയാമെന്ന് കൗൺസിലർ കുളമ്പൻ ജലീൽ കുറ്റപ്പെടുത്തി. ഇന്ന് രാവിലെ ഞാൻ വൈസ് ചെയർമാൻ സംസാരിച്ചിരുന്നു. അതിന് തെളിവുണ്ട്. വൈസ് ചെയർമാൻ ഇല്ലാന്ന് പറയാൻ കഴിയില്ല. വൈസ് ചെയർമാനും ഞാനും സംശയം തെളിവുണ്ട്. എന്താണ് വൈസ് ചെയർമാൻ തീരുമാനിക്കുന്ന സമയത്ത് പുള്ളി പറഞ്ഞത്, ഞാൻ ഒരു ഭരണത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളാണ്, എനിക്ക് പ്രതികരിക്കാൻ കഴിയില്ല, നിങ്ങൾ കൗൺസിലർമാരാണ്, നിങ്ങൾക്ക് പ്രതികരിക്കാം എന്ന് വൈസ് ചെയർമാൻ പറഞ്ഞതിന്റെ തെളിവ് നമ്മുടെ കയ്യിലുണ്ട്. അത് വ്യക്തമായ റെക്കോർഡായ തെളിവാണ്. വൈസ് ചെയർമാൻ നിഷേധിക്കാൻ പറ്റും, നിഷേധിക്കട്ടെ. വൈസ് ചെയർമാൻ അറിഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ പ്രതിഷേധത്തിൽ നമ്മൾ പങ്കെടുത്തിട്ടുള്ളത്. അതിൽ യാതൊരു സംശയമുള്ള കാര്യമാണ്. തങ്ങൾക്കെതിരെ പാർട്ടി എന്തു നടപടിയെടുക്കാനാണെന്നും അവിശ്വാസ പ്രമേയം വന്നാൽ തീരുമാനങ്ങൾക്കനുസരിച്ച് മുന്നോട്ടു പോകുമെന്നും ഇരുവരും കൂട്ടിച്ചേർത്തു. രണ്ടഭിപ്രായം പറയാൻ വെച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടി നിൽക്കാൻ കഴിയില്ല. മണ്ണാർക്കാട് നഗരസഭയിലെ ഒരു കൗൺസിൽ യോഗം തീരുമാനിക്കുമ്പോൾ വൈസ് ചെയർമാനോ ചെയർപേഴ്സണോ വൈസ് ചെയർമാനോ സെക്രട്ടറിയാണ് തീരുമാനിക്കേണ്ടത്. വൈസ് ചെയർമാൻ ഈ യോഗ തീരുമാനം അറിഞ്ഞിട്ടില്ല, ചെയർപേഴ്സൺ സെക്രട്ടറി അറിഞ്ഞിട്ടില്ല. ആരാണ് ഇന്നത്തെ കൗൺസിൽ തീരുമാനിക്കുന്നത്? ആരാണ് ഈ കൗൺസിൽ അറിഞ്ഞിട്ടില്ല? ചെയർപേഴ്സൺ അറിഞ്ഞിട്ടുണ്ട്, വൈസ് ചെയർമാൻ അറിഞ്ഞിട്ടില്ല, സെക്രട്ടറി അറിഞ്ഞിട്ടില്ല. ആരാണ് ഈ കൗൺസിൽ ഷെഡ്യൂൾ ചെയ്യുന്നത്? മുൻകാലങ്ങളിലും സമാനമായ രീതിയിലാണ് കൗൺസിൽ യോഗങ്ങൾ വിളിച്ചിരുന്നതെന്നും ഫോൺ വിളിച്ചാൽ പോലും എടുക്കാത്ത സെക്രട്ടറിയാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിനെ കുറിച്ച് പറയുന്നതെന്നും ഭരണപക്ഷ അംഗങ്ങൾ ആരോപിച്ചു. കമ്മ്യൂണിക്കേഷൻ ഞാൻ ഈ സെക്രട്ടറി തിങ്കളാഴ്ച ഇവിടെ ഇല്ല, വെള്ളിയാഴ്ച ഇവിടെ ഇല്ല, പിന്നെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പില്ല, വിളിച്ചാൽ ഫോൺ എടുക്കില്ല. പിന്നെ ഇങ്ങനത്തെ ഒരാളെ എങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്? നമ്മൾ കൃത്യമായിട്ടും അറിയിക്കുന്നുണ്ടല്ലോ. സെക്രട്ടറി കൗൺസിൽ നോട്ടീസിൽ ഒപ്പിട്ടില്ല. ഇതിന് ഇപ്പൊ കഴിഞ്ഞ കൗൺസിലിന്റെ മുൻ കൗൺസിലിന്റെ അജണ്ടകളാണ്. എത്ര ഇതിൽ ഒപ്പിട്ടുകൊണ്ട് നോക്കി, എത്ര ഇടത്തിൽ ഒപ്പിട്ടുകൊണ്ട് നോക്കി നിങ്ങള്? അത് നോക്കി കൗൺസിൽ നോട്ടീസിലാ എത്ര ഇടത്തിൽ സെക്രട്ടറി ഒപ്പിട്ട് നോക്കി നിങ്ങള്? വെറുതെ എന്തെങ്കിലും പറയാ. ഒന്നിലും ഒപ്പിട്ടില്ല. നോക്കിയതാ, പത്രകാലം മുമ്പിലല്ലേ പിടിച്ചതാ. അപ്പൊ എന്തുകൊണ്ടാണ് വന്നോടുകൂടിയിട്ട് ശരിപ്പകർപ്പ് അത് സെക്രട്ടറി കണ്ടതിന് ശേഷമാണ് ശരിപ്പകർപ്പ് ഇറക്കുന്നത്. ഒരു സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. മാനുവലായിട്ട് നോട്ടീസ് ഉണ്ടാക്കിയായിരുന്നു ചെയർപേഴ്സൺ സെക്രട്ടറി ഒപ്പിടേണ്ടിയിരുന്നു. ഇത് വരല്ല കേസ് മാർട്ട് വന്നതിന് ശേഷം എല്ലാ നോട്ടീസും ഈ നോട്ടീസിലൊന്നുമില്ല. പിന്നെ ഇന്നലത്തെ ഒരു നോട്ടീസിൽ മാത്രം ഒപ്പിടില്ല എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞ കാര്യങ്ങൾ പലതും മാറ്റി മാറ്റി പറഞ്ഞു. ഇന്നത്തെ കൗൺസിൽ യോഗത്തിനോട് മാത്രം എന്താ സെക്രട്ടറിക്ക് അത് അയാളോട് ചോദിക്കണ്ട. അതേസമയം നഗരസഭയിൽ നടന്ന സംഭവങ്ങളിൽ തെറ്റ് ചെയ്ത കോൺഗ്രസ് അംഗങ്ങൾക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അസീസ് ഭീമനാട് അറിയിച്ചു. നഗരസഭയിലെ അക്രമ സംഭവങ്ങളിൽ ശക്തമായ പ്രതിഷേധവുമായി CPM-ഉം രംഗത്തെത്തി. പ്രതിപക്ഷ അംഗങ്ങളെ ഭീഷണിപ്പെടുത്താനാണ് ശ്രമമെങ്കിൽ ശക്തമായ പ്രതിരോധമുണ്ടാക്കുമെന്ന് CPM മണ്ണാർക്കാട് ലോക്കൽ സെക്രട്ടറി K. മൻസൂർ മുന്നറിയിപ്പ് നൽകി. LDF-ന്റെ കൗൺസിലർമാരെ ഇന്ന് നിങ്ങളെല്ലാം ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. സ്റ്റെപ്പിൻ്റെ അടിയിൽ നിന്ന് UDF-ന്റെ മുൻ ചെയർമാന്റെ സാന്നിധ്യത്തിൽ അവരെയെല്ലാം പിടിച്ച് വലിച്ച് താഴോട്ടിരുന്ന പല ദൃശ്യങ്ങളും കണ്ടിട്ടുണ്ട്. എന്തിനാണ് ഇതെല്ലാം നടത്തിക്കൊണ്ടു പോകുന്നത്? അഴിമതി തന്നെയാണ്. ആ അഴിമതി കാട്ടാൻ വേണ്ടി മാത്രം നടത്തുന്ന ഈ കൗൺസിൽ യോഗത്തെ ഞങ്ങൾ യാതൊരു സംശയവുമില്ല, ഇന്നല്ല നാളെയും ഞങ്ങൾ ചോദ്യം ചെയ്യാൻ തയ്യാറാകുമെന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. CCN മണ്ണാർക്കാട്. റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനം കൂടുതൽ വേഗത്തിലാക്കാനും ജനസൗഹൃദമാക്കാനും ലക്ഷ്യമിട്ട് ഉദ്യോഗസ്ഥർക്കായി സിംഗിൾ സൈൻ ഓൺ സംവിധാനം നടപ്പിലാക്കുന്നു. പോർട്ടലിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം റവന്യൂ മന്ത്രി AP അനിൽകുമാർ മലപ്പുറത്ത് നിർവഹിച്ചു. ആവർത്തിച്ച് പറയുന്നില്ല, നമ്മുടെ ജില്ലയിലെ കാര്യങ്ങളെക്കുറിച്ചൊരു ഏകദേശ ചിത്രം നിങ്ങൾക്കും എനിക്കും ബോധ്യമായതാണ്. നിങ്ങൾ റവന്യൂ തന്നെ പല ഭാഗങ്ങളിൽ ഇരുന്ന് നോക്കുക. സർദാരുമായിട്ടോ ഡെപ്യൂട്ടി കളക്ടറായിട്ടോ അതിൻ്റെ ഒരു ചെയർമാറ്റപ്പുണ്ടായെങ്കിലും നിങ്ങൾ നിരന്തരം ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മീറ്റിംഗ് ചിലപ്പോൾ നമ്മൾ അതിനകത്ത് ഉടൻ വന്നതാണ്, കഴിഞ്ഞ ആഴ്ച വന്നതാണെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ നമ്മുടെ കീഴിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാവുക എന്നുള്ളത് അത്യാവശ്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പുതിയ ചാർജ് എടുത്തതായതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടത്ര ഹോംവർക്ക് നടത്താൻ പറ്റിയിട്ടില്ല. എന്നാൽ ഏറ്റവും നല്ല രീതിയിൽ മീറ്റിംഗ് ഓർഗനൈസ് ചെയ്തു. ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല, നമ്മൾ 100 ഡേയ്സ് പ്രോഗ്രാം
അതുപോലെ തന്നെ പട്ടയം കൊടുക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ജനങ്ങളുടെ മറ്റു പ്രശ്നങ്ങൾ, അതിലൊക്കെ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് നമുക്കുണ്ടാവണം. റവന്യൂ സംവിധാനത്തെ അഴിമതിരഹിതവും വേഗതയേറിയതുമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ ജൻപരിചയ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നിർമ്മിച്ച പോർട്ടൽ റവന്യൂ ജീവനക്കാരുടെ ജില്ലാതല അവലോകന യോഗത്തിലാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഇതോടെ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് വെവ്വേറെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിക്കാതെ തങ്ങളുടെ ഔദ്യോഗിക ഇമെയിൽ ഐഡി വഴി ഒറ്റത്തവണ ലോഗിൻ ചെയ്ത് വിവിധ ഡിജിറ്റൽ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാൻ സാധിക്കും. പാസ്വേഡുകൾ മറന്നുപോകുന്നതും ഓരോ സേവനത്തിനും പ്രത്യേക ലോഗിൻ ചെയ്യേണ്ടി വരുന്നതും വഴിയുള്ള സമയനഷ്ടവും ഫയൽ നീക്കങ്ങളിലെ കാലതാമസവും ഇല്ലാതാക്കാൻ ഈ പുതിയ സംവിധാനം സഹായിക്കും. ഭൂമി സംബന്ധമായ സേവനങ്ങൾ, ഡിജിറ്റൽ റവന്യൂ കാർഡ്, HRMS, KBT, SSP, പ്രവാസി മിത്രം, അലർട്ട്, കോവിഡ് എക്സ്ഗ്രേഷ്യ, എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള നഷ്ടപരിഹാര പോർട്ടൽ തുടങ്ങിയവയാണ് ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാന സേവനങ്ങൾ. ബാക്കിയുള്ള എല്ലാ റവന്യൂ ആപ്ലിക്കേഷനുകളും ഈ സംവിധാനത്തിലേക്ക് മാറുന്നതിനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണ്. ഉദ്യോഗസ്ഥരുടെ ജോലിഭാരം കുറയുന്നതിലൂടെ സേവനങ്ങൾ കൂടുതൽ സുതാര്യമായും വേഗത്തിലും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ ഇതിലൂടെ സാധിക്കുമെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു. യോഗത്തിൽ ലാൻഡ് റവന്യൂ കമ്മീഷണർ H. ദിനേശൻ, ലാൻഡ് ബോർഡ് സെക്രട്ടറി സബിൻ സമീദ്, സർവേ ഡയറക്ടർ JO അരുൺ, സബ് കളക്ടർമാരായ ദിലീപ് കൈനിക്കര, സാഷി മോഹൻ, ADM PO സാദിഖ്, റവന്യൂ വകുപ്പിലെ വിവിധ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും പണ്ഡിതനുമായ പ്രൊഫസർ K. ആലിക്കുട്ടി മുസ്ലിയാർ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം തിരൂർക്കാട്ടെ വസതിയിലായിരുന്നു അന്ത്യം. 2016 ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ വിയോഗത്തെ തുടർന്നാണ് അദ്ദേഹം സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി നിയമിതനായത്. മലപ്പുറം ജില്ലയിലെ ഇരുമ്പുഴി തെക്കുമുറിയിൽ തിരൂർക്കാട് കുന്നത്ത് മൂസഹാജിയുടെയും മാടമ്പി ഇയാത്തുട്ടിയുടെയും മകനായി 1945 ജനനം. 2013 മുതൽ കാസർഗോഡ് ജില്ലാ ഖാസിയായ ആലിക്കുട്ടി മുസ്ലിയാർ 2003 മുതൽ പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജ് പ്രിൻസിപ്പൽ കൂടിയാണ്. ദർസ് പഠനത്തിനു ശേഷം വിവിധ സ്ഥലങ്ങളിൽ മുദരിസായി. 1978 പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിൽ അധ്യാപകനായി. 2003 മുതൽ പ്രിൻസിപ്പലായ അദ്ദേഹം ഷൈഖുൽ ജാമിയ എന്നാണ് അറിയപ്പെടുന്നത്. 2010 സമസ്ത സെക്രട്ടറിയായി. 2003 മുതൽ 2005 വരെ കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാനായും 2006-2009 കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വൈസ് ചെയർമാനുമായിരുന്നു. 2016 മുതൽ സമസ്ത ജനറൽ സെക്രട്ടറിയാണ്. ഖബറടക്കം രാവിലെ 10 മണിക്ക് തിരൂർക്കാട് ജുമാ മസ്ജിദിൽ നടക്കും. CCN പെരിന്തൽമണ്ണ. ചെർപ്പുളശ്ശേരി ഒറ്റപ്പാലം റോഡ് പണി പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധവുമായി BJP. പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ആരംഭിച്ച സമരത്തിന്റെ 2ാം ഘട്ടമായി ചെർപ്പുളശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രികരുടെ ഒപ്പുശേഖരണം നടത്തി. റോഡ് പണി ഉടൻ പൂർത്തിയാക്കുക. കിഴൂർ റോഡ് പരിസരത്ത് വെച്ച് നടന്ന പ്രതിഷേധ സമരം വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി EP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇത് ആരംഭിച്ചിട്ടേ ഉള്ളൂ. ജനങ്ങളുടെ പ്രതിഷേധം, ആ പ്രതിഷേധത്തെ അവഗണിക്കാനാണ് MLAയും ഇവിടുത്തെ PWD അധികാരികളും ശ്രമിക്കുന്നതെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് അതിശക്തമായ സമരത്തിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ സമരത്തിന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വലിയൊരു പിന്തുണ ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് എന്താണോ പറഞ്ഞത്, എന്താണോ പാടിയത്, അത് അപ്പാടെ വിഴുങ്ങിയ മട്ടാണ് ഇന്ന് കേരളത്തിന്റെ ഭരണം കൈയാളുന്ന മുന്നണി. സംസ്ഥാന കൗൺസിൽ അംഗവും മണ്ഡലം കൺവീനറുമായ K. ഹരിദാസൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. BJP നേതാക്കളായ P. ജയൻ, T. കൃഷ്ണകുമാർ, VP നാരായണൻകുട്ടി, V. കൃഷ്ണപ്രസാദ്, P. ബാലസുബ്രഹ്മണ്യൻ, വിപിൻ പുളിങ്ങര, അജീഷ് വെള്ളിനേഴി, വിശാഖ് മനു, വാസവി രാജു, P. നിർമ്മല തുടങ്ങിയവർ ഒപ്പുശേഖരണത്തിന് നേതൃത്വം നൽകി. CCN ചെറുപ്പുളശ്ശേരി. DYFI കടമ്പഴിപ്പുറ മേഖലാ കമ്മിറ്റി KSEB ഓഫീസിലേക്ക് യുവജന പ്രതിഷേധം സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം MLA K. പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിക്കുക മാത്രമല്ല, ഗുണനിലവാരമുള്ള വൈദ്യുതി തടസ്സം കൂടാതെ
ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഇല്ലാതെ എല്ലാവരുടെയും വീടുകളിൽ എത്തിച്ച സർക്കാരായിരുന്നു കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം. അന്നുണ്ടായിരുന്ന കണക്ഷൻ്റെ എത്രയോ മടങ്ങ് അധികം കണക്ഷൻ ഉണ്ടായിട്ടും അത് കൃത്യമായി പരിപാലിച്ചു പോകുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ ഈ രംഗത്ത് ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി അദ്ദേഹം അളിയനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കാൻ തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്കെത്തി. അതിശക്തമായ പ്രതിഷേധം വന്നപ്പോൾ ആ നിലപാടിൽ നിന്ന് പിന്നോക്കം പോയി. മേഖലാ പ്രസിഡന്റ് ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് സ്റ്റെനിക്കുട്ടൻ, CPIM ലോക്കൽ സെക്രട്ടറി വത്സൻ, മേഖലാ സെക്രട്ടറി സൂരജ്, ട്രഷറർ വിഷ്ണു എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. രാഹുൽ ഗാന്ധി, മറ്റു പ്രതിപക്ഷ എംപിമാർ എന്നിവരെ റോഡിൽ വലിച്ചിഴച്ച മോദി ഭരണകൂടത്തിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് കോങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലമേന്തിയ പ്രതിഷേധ പ്രകടനത്തിന് CK ഹരിദാസ്, CA കൃഷ്ണകുമാർ, V നസീർ, MC പൊന്നുകുട്ടൻ, ശോഭ വാസുദേവൻ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DCC സെക്രട്ടറി CN ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. CCN കോങ്ങാട്. ഡിജിറ്റൽ യുഗത്തിൽ വായനാശീലം കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ രക്ഷിതാക്കളെ വീണ്ടും പുസ്തക ലോകത്തേക്ക് തിരികെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വേറിട്ട പദ്ധതിയുമായി വിദ്യാർത്ഥികൾ. തിരുവിതാംകുന്ന് CPIUP സ്കൂളിലാണ് അമ്മമാർക്ക് കൂട്ടുകെട്ട് പുസ്തകങ്ങൾ എന്ന പദ്ധതിക്ക് തുടക്കമിട്ടത്. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും മലയാളം ക്ലബിന്റെയും ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പാക്കിയത്. പദ്ധതിയുടെ ഭാഗമായി പ്രദേശത്തെ തെരഞ്ഞെടുക്കപ്പെട്ട വീടുകളിലേക്ക് വിദ്യാർത്ഥികൾ നേരിട്ടെത്തി സാഹിത്യ പുസ്തകങ്ങൾ കൈമാറി. വീട്ടുകാർ പുസ്തകം വായിച്ചു തീർത്ത ശേഷം അതിനെക്കുറിച്ചുള്ള വായനാക്കുറിപ്പും തയ്യാറാക്കി പുസ്തകത്തിനൊപ്പം വിദ്യാലയത്തിലേക്ക് തിരികെ എത്തിക്കുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ വിദ്യാരംഗത്തിന്റെ ഭാഗമായിട്ട് എല്ലാ വീട്ടുകൂടേക്കും പുസ്തകം രക്ഷിതാക്കൾക്ക് വായിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അവർ ഇത് കുറിപ്പായിട്ട് ഞങ്ങളുടെ സ്കൂളിലേക്ക് എത്തിക്കും. ഞങ്ങൾ ഇതിന്റെ ഒരു പദ്ധതിയായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. സ്കൂൾ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ വീടുകളിലെത്തിച്ച് പരമാവധി പ്രയോജനപ്പെടുത്താനും വിനോദത്തിനോടൊപ്പം വിജ്ഞാനവും കുടുംബങ്ങളിലേക്ക് എത്തിക്കാനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് വിദ്യാർത്ഥിനിയായ P നിഹാൻ പറഞ്ഞു. ഇതോടൊപ്പം തന്നെ ഒരു കുട്ടി വായിച്ചു തീർത്ത പുസ്തകം അടുത്ത കുട്ടിക്ക് കൈമാറുന്ന വേറിട്ട രീതിയും ഇതിന്റെ ഭാഗമായി നടപ്പാക്കുന്നുണ്ട്. അധ്യാപകരായ ജയചന്ദ്രൻ ചെത്തല്ലൂർ, രഞ്ജിത്ത് ജോസ് എന്നിവരാണ് ഈ വായനാ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്നത്. CCN ചെത്തല്ലൂർ. അങ്ങാടിപ്പുറ റെയിൽവേ സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകളിൽ രാജ്യതലസ്ഥാനത്ത് വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുമാണ് സമരം. ധർണാ സമരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KS അനീഷ് ഉദ്ഘാടനം ചെയ്തു. ചോലയിൽ കുഞ്ഞുമൊയ്തീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. P ഷെഹർബാൻ, വിപിൻ, M ഫൈസൽ, സാബു, മുരളീധരൻ തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPI അധ്യാപക സർവീസ് സംഘടന സമരസമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന ചെയർമാൻ നരേഷ് കുമാർ കുന്നിയൂർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ച് 13 ജില്ലകളിലെ ജില്ലാ കളക്ടറേറ്റുകളിലേക്കും ഭരണസിരാ കേന്ദ്രമായ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്കും കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വേണമെങ്കിൽ നമുക്ക് കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും പൊതുസമൂഹവും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ജീവനക്കാരുടെ ഏറ്റവും വലിയ സമരൈക്യ പ്രസ്ഥാനമായ
5 വർഷ തത്വം പാലിച്ചുകൊണ്ട് 12ാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, മാനദണ്ഡ വിരുദ്ധ സ്ഥലം മാറ്റങ്ങൾ റദ്ദു ചെയ്യുക, മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കുക, ലീവ് സറണ്ടർ മരവിപ്പിച്ച നടപടി പിൻവലിക്കുക, വിദ്യാഭ്യാസത്തെ വർഗീയവൽക്കരിക്കാനുള്ള PM ശ്രീ പദ്ധതി പിൻവലിക്കുക, സിവിൽ സർവീസിനെ തകർക്കാനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാർ നീക്കങ്ങൾ അവസാനിപ്പിക്കുക, ഫെഡറലിസവും മതനിരപേക്ഷതയും സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ അധ്യാപകരും ജീവനക്കാരും മലപ്പുറം കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തിയത്. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന ചെയർമാൻ നരേഷ് കുമാർ കുന്നിയൂർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി നേതാക്കളായ ഡോക്ടർ വി നൌഫൽ, ഡോക്ടർ PM ആശിഷ്, KC സുരേഷ് ബാബു, S മോഹനൻ, AP കുഞ്ഞാലിക്കുട്ടി, M വിനോദ്, P ഷാനവാസ്, കവിതാ സദൻ, M ഗിരിജ എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. മലപ്പുറം നഗരസഭ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു. നഗരസഭ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങ് ചെയർപേഴ്സൺ വി റിനിഷ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെ കുറിച്ച് ഇങ്ങനെ ഒരു സംഗമത്തിൽ പങ്കെടുക്കുമ്പോൾ ഏറ്റവും ആദ്യം പറയാനുള്ളത്, നഗരസഭയിൽ ഏറ്റവും ആദരവ് കിട്ടുന്ന ഒരു വിഭാഗം ആരാണെന്ന് ചോദിച്ചാൽ അത് നിസ്സംശയം പറയാൻ പറ്റും, അത് നിങ്ങളാണ്, ഹരിതകർമ്മ സേനാംഗങ്ങളാണ്. തീർച്ചയായും മഴയും വെയിലും ഒന്നും വകവെക്കാതെ ഓരോ വീടിൽ കയറിയിറങ്ങി, ഓരോ കടകൾ കയറിയിറങ്ങി നിങ്ങൾ കളക്ട് ചെയ്യുന്ന, നിങ്ങൾ ശേഖരിക്കുന്ന ഈ മാലിന്യം കൊണ്ടാണ് നഗരസഭ ഇന്ന് കാണുന്ന ഈ ഒരു വൃത്തി ഉണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം, മുഴുവൻ ക്രെഡിറ്റ് നിങ്ങൾക്കാണ്. മലപ്പുറം നഗരം ഏറ്റവും സുന്ദരമായി പരിപാലിക്കുന്നതിൽ മികച്ച പ്രവർത്തനമാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ കാഴ്ചവെക്കുന്നതെന്നും റിനിഷ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ചടങ്ങിൽ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ സമീന മുസ്തഫ അധ്യക്ഷയായി. വൈസ് ചെയർമാൻ ജിതേഷ്, സ്ഥിരം സമിതി അധ്യക്ഷ ആബിദ, നഗരസഭാ സെക്രട്ടറി K സുശീൽ, ക്ലീൻ സിറ്റി മാനേജർ വത്സൻ, HI മുഹമ്മദ് ഹനീഫ എന്നിവരും സംബന്ധിച്ചു. CCN മലപ്പുറം. 5 ദിവസത്തെ ചുരുങ്ങിയ പരിശീലനം കൊണ്ട് കർണാടക സംഗീതം, കുച്ചിപ്പുടി, ക്ലേ മോഡലിംഗ്, ചിത്രരചന എന്നീ കലാവിഭാഗങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾ. മലപ്പുറം പാങ് ഗവൺമെന്റ് UP സ്കൂളിലെയും ഗവൺമെന്റ് LP സ്കൂളിലെയും വിദ്യാർത്ഥികളാണ് സമാപന പരിപാടിയിൽ രക്ഷിതാക്കളെയും നാട്ടുകാരെയും ഒരുപോലെ വിസ്മയിപ്പിച്ചത്. ഭാരതത്തിന്റെ ശാസ്ത്രീയ സംഗീതവും നൃത്തവും കലാപൈതൃകവും യുവതലമുറയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ദേശീയ സാംസ്കാരിക സംഘടനയായ സ്പിക്മാക്കയുടെ ആഭിമുഖ്യത്തിലാണ് 5 ദിവസത്തെ കലാശില്പശാല സംഘടിപ്പിച്ചത്. പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ ഡോക്ടർ വെള്ളിനേഴി സുബ്രഹ്മണ്യൻ കർണാടക സംഗീതത്തിലും, S വിദ്യ കുച്ചിപ്പുടിയിലും, ഈശ്വർ നായിക് ചിത്രരചനയിലും, ചെല്ലാൻ മേയർ ക്ലേ മോഡലിംഗിലുമായി പരിശീലനത്തിന് നേതൃത്വം നൽകി. കുട്ടികൾ അവതരിപ്പിച്ച കർണാടക സംഗീതവും കുച്ചിപ്പുടി നൃത്തവും സദസ്സിന്റെ ഹൃദയം കീഴടക്കിയപ്പോൾ ക്ലേ മോഡലിംഗിലെ ചിത്രരചനയിലെയും സൃഷ്ടികൾ ഏറെ ശ്രദ്ധ നേടി. ശില്പശാലയുടെ നടത്തിപ്പിനും ഏകോപനത്തിനും സ്പിക്മാക്കയുടെ റീജിയണൽ കോർഡിനേറ്റർ ഉണ്ണി വാര്യർ, കോർഡിനേറ്റർ ഡോക്ടർ ജയറാം, PK സുഭാഷ് എന്നിവർ നേതൃത്വം നൽകി. വാൾപ്പാറ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ അധ്യാപകരുടെ സ്മരണയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് സമാപന ചടങ്ങ് നടന്നത്. കുറുവ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുലേഖ മോഴിക്കൽ ചടങ്ങിൽ മുഖ്യാതിഥിയായി. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണാർക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലും ഭരണമുന്നണിയായ UDFിലെ ലീഗ് കോൺഗ്രസ് അംഗങ്ങൾ തമ്മിലും തർക്കവും കയ്യാങ്കളിയും. നഗരസഭാ സെക്രട്ടറിയെ അറിയിക്കാതെ മുസ്ലിം ലീഗ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നുവെന്ന ആരോപണമാണ് വലിയ തർക്കത്തിലേക്കും സംഘർഷത്തിലേക്കും നയിച്ചത്. ചെർപ്പുളശ്ശേരി ഒറ്റപ്പാലം റോഡ് പണി പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധവുമായി BJP. പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ആരംഭിച്ച സമരത്തിന്റെ 2ാം ഘട്ടമായി ചെർപ്പുളശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രികരുടെ ഒപ്പുശേഖരണം നടത്തി. റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനം കൂടുതൽ വേഗത്തിലാക്കാനും ജനസൗഹൃദമാക്കാനും ലക്ഷ്യമിട്ട് ഉദ്യോഗസ്ഥർക്കായി സിംഗിൾ സൈൻ ഓൺ സംവിധാനം നടപ്പിലാക്കുന്നു. പോർട്ടലിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം റവന്യൂ മന്ത്രി AP അനിൽകുമാർ മലപ്പുറത്ത് നിർവഹിച്ചു.
സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും പണ്ഡിതനുമായ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം തിരൂർക്കാട്ടെ വസതിയിലായിരുന്നു അന്ത്യം. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.